കണ്ണൂർ കോർപ്പറേഷനിലെ UDF സ്റ്റാൻഡിംഗ് കമ്മിറ്റി തർക്കം പരിഹരിച്ചു. ടാക്സ് അപ്പീൽ കമ്മിറ്റി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം പങ്കിടാനാണ് തീരുമാനം. ആദ്യ ടേമിൽ ചെയർമാൻ സ്ഥാനം ലീഗിന് ലഭിക്കും. ഇന്ന് രാവിലെ നടന്ന ചർച്ചയിലാണ് ലീഗും കോൺഗ്രസും തമ്മിൽ ധാരണയായത്. മനോജ് മയിൽ ചേരുന്നുണ്ട്. മനോജ്, കണ്ണൂർ കോർപ്പറേഷനിലെ UDF സ്റ്റാൻഡിംഗ് കമ്മിറ്റി തർക്കം പരിഹരിച്ചിരിക്കുന്നു. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? പ്രതിഭ, ഇന്ന് രാവിലെ നടന്ന ചർച്ചയിലാണ് ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട തർക്കം UDF പരിഹരിച്ചത്. രാവിലെ കോൺഗ്രസിന്റെയും ലീഗിന്റെയും നേതാക്കൾ ചർച്ച ചെയ്ത് ഈ തർക്കം പരിഹരിക്കുകയായിരുന്നു. അതായത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഒന്ന് അധികം വേണം എന്ന ലീഗിന്റെ ആവശ്യമാണ് ഈ തർക്കത്തിലേക്ക് എത്തിച്ചത്. കഴിഞ്ഞ തവണ ധനകാര്യം ഉൾപ്പെടെ 3 സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനങ്ങളാണ് മുസ്ലിം ലീഗിന് ഉണ്ടായിരുന്നത്. ഇത്തവണ ഒന്ന് അധികം ലഭിക്കണം. അതായത് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്നുള്ളത് ഡെപ്യൂട്ടി മേയർ വഹിക്കുന്ന ഒരു പദവിയാണ്. അതൊരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയായി അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഒന്ന് അധികം വേണം എന്നുള്ള നിലപാടാണ് ലീഗ് സ്വീകരിച്ചിരുന്നത്. അതാണ് പിന്നീട് തർക്കത്തിലേക്കൊക്കെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നീട് ഇന്നലെ രാത്രി നടന്ന ചർച്ചയിൽ നിന്നും മുസ്ലിം ലീഗ് ഇറങ്ങിപ്പോകുന്ന സ്ഥിതി വരെ ഉണ്ടായിരുന്നു. മുഴുവൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളും കോൺഗ്രസ് തന്നെ എടുത്തോളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് മുസ്ലിം ലീഗ് ഈ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാകും എന്ന് കണ്ടതോടുകൂടിയാണ് ഇന്ന് രാവിലെ വീണ്ടും ചർച്ച നടന്നത്. ഈ ചർച്ചയിലാണ് തർക്കം പരിഹരിച്ചത്. അതായത് ടാക്സ് അപ്പീൽ കമ്മിറ്റി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം പങ്കിടാൻ തീരുമാനിച്ചിരിക്കുന്നു UDF. ആദ്യ ടേമിൽ മുസ്ലിം ലീഗിന് ഈ ചെയർമാൻ സ്ഥാനം ലഭിക്കും. രണ്ടാം ടേമിൽ, അതായത് മേയർഷിപ്പ് മാറുന്ന ഘട്ടത്തിൽ അത് തിരിച്ച് കോൺഗ്രസിന് കൊടുക്കണം എന്നുള്ള ഒരു ധാരണപ്പുറത്താണ് ഇപ്പോൾ ഈ തർക്കം പരിഹരിച്ചിട്ടുള്ളത്. ആദ്യ ടേമിൽ മുസ്ലിം ലീഗിൽ നിന്ന് ഒരാൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായി ആകും. TP ജമാലും VK മുഹമ്മദ് അലിയുമാണ് ഇപ്പോൾ പാർട്ടിയുടെ പരിഗണനയിലുള്ളത്. രണ്ട് പേരുകളും ഇപ്പോൾ മുസ്ലിം ലീഗ് ഈ ടാക്സ് അപ്പീൽ കമ്മിറ്റിയിലേക്ക് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ രണ്ട് പേരിൽ നിന്ന് ഒരാൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാകും എന്നാണ് മുസ്ലിം ലീഗ് നേതൃത്വം വ്യക്തമാക്കുന്നത്. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം പാർട്ടിയുടെ പാർലമെന്ററി ബോർഡാണ് തീരുമാനിക്കുക. എന്തായാലും ഈ തർക്കം പരിഹരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് UDFനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ കടക്കാനിരിക്കെ ഇത്തരത്തിൽ കോർപ്പറേഷനിൽ ഒരു തർക്കം ഉണ്ടാകുന്നത് UDFന് വലിയ ക്ഷീണമുണ്ടാക്കും എന്ന് കണ്ടുകൊണ്ടാണ് ഇന്ന് രാവിലെ ഒരു സമവായ ചർച്ച ഉണ്ടാക്കുകയും ലീഗിന്റെ കടുത്ത ഒരു തീരുമാനത്തിലേക്ക് ലീഗ് പോകരുത് എന്നൊരു അഭ്യർത്ഥന കോൺഗ്രസ് നടത്തുകയും അങ്ങനെ ആ തർക്കം പരിഹരിക്കുകയും ചെയ്തിട്ടുള്ളത്. 2.5 വർഷം വീതം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനങ്ങൾ പങ്കിടാനാണ് ഇപ്പോൾ എടുത്തിട്ടുള്ള തീരുമാനം. പ്രതിഭ.